കൊല്ലം ശൂരനാട് റീൽസ് ചിത്രീകരിക്കവേ ഉണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തിരുവാതിര വീട്ടിൽ അരവിന്ദാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. അതും വേദനിപ്പിക്കുന്ന ഒരു സംഭവമാണ്, വല്ലാതെ ദുഃഖിപ്പിക്കുന്നു. എന്താണ് ഈ സംഭവിക്കുന്നതെന്ന് പരിശോധിക്കേണ്ടതുണ്ട്. രാജ്കുമാർ കൂടി ചേരുകയാണ്. രാജ്കുമാർ, റീൽസ് ചിത്രീകരിക്കുന്നതിനിടെ ഉണ്ടായ അപകടത്തിൽ വിദ്യാർത്ഥി മരിച്ചു. എന്ത് റീൽസാണ് ചിത്രീകരിക്കാൻ പോയത്? എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്? ഇവര് 4 പേരുണ്ടായിരുന്നു. 2 ബൈക്കുകളിൽ ഈ 2 പേർ, അതുകൂടാതെ മറ്റൊരു ബൈക്കിൽ മുന്നിലൊരാൾ. ഈ 2 ബൈക്കുകളിൽ ഇപ്പോൾ അപകടത്തിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ ഈ അരവിന്ദ് ഉൾപ്പെടെ 2 ബൈക്കുകളിലായി 4 പേർ വരുന്നു, മുന്നിൽ മറ്റൊരു ബൈക്ക്. ഇത് വേഗതയിൽ വരുന്നതാണ് ഈ റീൽസായി ചിത്രീകരിക്കുന്നത്. ആംബിയൻസ് BGM ഒക്കെ ഇട്ടൊരു ചെയ്യാനുള്ള ഒരു പരിപാടിയായിരുന്നു എന്നാണ് ഈ സുഹൃത്തുക്കൾ നമ്മളോട് പറഞ്ഞത്. ഇവരിത് വരുന്ന സമയത്ത് 2 ഹാൻഡിലുകളും തമ്മിൽ ഉടക്കി. അതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഈ ബൈക്കുകൾ 2 ഭാഗത്തേക്ക് പോയി. അതിൽ അരവിന്ദ് സഞ്ചരിച്ച ആ ബൈക്ക് നേരെ ചെന്ന് ഇലക്ട്രിസിറ്റി പോസ്റ്റിൽ ഇടിച്ച് ആ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. അവിടെ വെച്ച് തന്നെ ധാരാളം രക്തം വാർന്നുപോയി. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അവിടെ വരുമ്പോഴേക്കും ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഈ ഒപ്പമുണ്ടായിരുന്ന കാർത്തിക്, അതായത് കരുനാഗപ്പള്ളി കാട്ടിൽക്കടവ് സ്വദേശി കാർത്തിക് സ്വകാര്യ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു. പോരുവഴി മലനട സ്വദേശി ആദർശ്, തലവ സ്വദേശി ദേവദർശൻ ഇവരെയും ഭരണിക്കാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇപ്പോൾ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ പരിക്കുകൾ, സാരമായ പരിക്കുകൾ ഉണ്ടെങ്കിലും ജീവപായമില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. പക്ഷേ അരവിന്ദ് BSc നഴ്സിംഗ് വിദ്യാർത്ഥി കൂടിയായിരുന്നു. ബാംഗ്ലൂരുവിലാണ് ഈ അരവിന്ദ് പഠിച്ചിരുന്നത്. ഇപ്പോൾ അവധിയിൽ നാട്ടിൽ വന്നപ്പോഴായിരുന്നു ഈ റീൽസ് ചിത്രീകരിക്കാനായിട്ടുള്ള ഒരു ശ്രമം. ഇന്നലെ ഇവിടെ ഈ പറഞ്ഞ ശൂരനാട് ഭാഗത്ത് തഴവയുടെ ആ തൊടിയൂർ പാലത്തിന് സമീപത്ത് വെച്ച് ഈ ചിത്രീകരിക്കുമ്പോഴായിരുന്നു ഈ അപകടം സംഭവിച്ചത്. വല്ലാതെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് രാജ്കുമാർ പറഞ്ഞതുപോലെ. ഈ പുതുതലമുറയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദമാണ് റീൽസ് എന്ന് പറയുന്നത്. പക്ഷേ ഈ അപകടകരമായ റീൽസ് ചിത്രീകരിച്ച് വലിയ ദുരന്തങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലയിടങ്ങളിൽ നിന്ന് വാർത്തകൾ കേൾക്കാറുണ്ട്. ഈ റെയിൽ പാളത്തിലൊക്കെ പോയി റീൽസ് ചിത്രീകരിച്ച് അപകടത്തിൽപ്പെട്ട വാർത്തകൾ കേൾക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ബൈക്കിൽ ഈ പറയുന്ന അപകടകരമായ രീതിയിൽ റീൽസ് ചിത്രീകരിക്കുകയും മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മളെ കേൾക്കുന്ന യുവാക്കളോടൊക്കെയല്ലേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. നമ്മുടെ സുരക്ഷയൊക്കെ ഈ റീൽസൊക്കെ എന്ന് പറയുന്നത് കൊള്ളാം, നല്ലത് തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രായോഗികതയൊക്കെ ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ കൊള്ളാം. ഇല്ലെങ്കിൽ ഇതുപോലെ വലിയ ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വരും. ആ കുടുംബത്തിനാണ് പോയത്, അവരാണ് അനുഭവിക്കേണ്ടി വരിക. അതാണ് ഏറ്റവും സങ്കടമെന്ന് പറയുന്നത്. ആ ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ അവസ്ഥയൊന്ന് ഓർക്കുക. എത്രമാത്രം വേദന ആ അച്ഛനും അമ്മയും ഒക്കെ അനുഭവിക്കണം.